ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുക പതിവായിട്ടുള്ള സംഭവമാണ്. എന്നാലിപ്പോൾ BJPയെ ചൊല്ലി കോൺഗ്രസും LDFും അതുപോലെ തന്നെ ചെളിവാരി വിതറുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലുണ്ടായ CAA സംഭവവുമായി ബന്ധപ്പെട്ട് വരെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. പ്രതിപക്ഷം മൗനം പാലിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. എന്നാലിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതും അദ്ദേഹത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും മാത്രമല്ല, മകളുമായി ബന്ധപ്പെട്ട വിഷയവും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് 7 മാസമായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നതെന്നാണ് VD സതീശിൻ്റെ അടുത്ത ചോദ്യം. എറണാകുളത്ത് വെച്ച് UDF കൺവെൻഷൻ നടക്കുന്നതിനിടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം LDF കൺവീനർ EP ജയരാജന് കേന്ദ്രമന്ത്രിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബിസിനസ് പാർട്ണറെ തള്ളിപ്പറയാൻ ജയരാജൻ തയ്യാറാവില്ല എന്നാണ് സതീശന്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ BJP നിലനിർത്തിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെയാണെന്നാണ് ജയരാജൻ പരാമർശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിൽ മികച്ചൊരു മത്സരം തന്നെ ആകില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു തരത്തിലും BJP ഒരു എതിരാളിയല്ല എന്നാണ് പ്രതികരിച്ചത്. ഇതിൽ നിന്ന് തന്നെ വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നത്. കേരളത്തിൽ BJPയുടെ ബി ടീം ക്യാപ്റ്റനായാണ് EP ജയരാജൻ മാറിയതെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തുന്നത്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് EP ജയരാജൻ പറയുന്നു. അത്രയും സ്ഥലങ്ങളിൽ LDF 3ാം സ്ഥാനത്ത് വരുമെന്നാണ് അർത്ഥം. EP ക്യാപ്റ്റനായ BJP ബി ടീമിൻ്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായിയും മോദിയും അണ്ണനും തമ്പിയുമാണെന്നും ഇരുവരും ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ലാവ്ലിൻ കേസാകട്ടെ 38 തവണയാണ് മാറ്റിവെച്ചത്. 1-2 തവണയല്ല, 38 തവണ. ഇനി ലൈഫ് മിഷൻ കേസിൽ ചെയർമാനായ മുഖ്യമന്ത്രിയിൽ നിന്നും ഒരിക്കൽ പോലും മൊഴിയെടുക്കാനായി അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. ഇതൊക്കെ തന്നെ പല രീതിയിലുള്ള ബാന്ധവം തന്നെയാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വാക്കുകൾ ഇങ്ങനെയാണ്: NDA കൺവീനർ എന്നാണോ LDF കൺവീനർ എന്നാണോ EP ജയരാജനെ കുറിച്ച് താൻ പറയേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. കേരളത്തിൽ സംഘപരിവാർ ശക്തികളുടെ ബി ടീം ക്യാപ്റ്റനായി EP പെരുമാറുന്നു. കേരളത്തിലെ CPM എവിടേക്കാണ് പോകുന്നത്? BJP നിർത്തിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് വന്ന് പറയുന്നത് LDF കൺവീനറാണ്. തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലിൽ, തൃശ്ശൂരിൽ, കോഴിക്കോട്ട് മിക്കയിടങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നുവെന്ന് ജയരാജൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയോട് വളരെയധികം താല്പര്യം, പ്രത്യേകമായൊരു മമതയുണ്ട് അദ്ദേഹത്തിന്. തങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ തന്നെ BJP കേന്ദ്ര നേതൃത്വവുമായി അന്തർധാര മാത്രമല്ല, അവരുമായി ബിസിനസ് പാർട്ണർഷിപ്പും തുടങ്ങിയിരിക്കുന്നു.